ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനി നമ്മളൊരു അടിപൊളി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ കുറച്ച് ചക്കക്കുരു എടുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചക്കക്കുരു വെച്ചിട്ടുള്ള നമ്മുടെ കോവയ്ക്കയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് കോവയ്ക്ക തോരൻ വേറെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചക്കക്കുരു തോരൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചക്കക്കുരുവും കോവയ്ക്കയും വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ഒരു 10-30 എണ്ണം കാണും, ഒരു 30ഓളം ചക്കക്കുരാണ് എടുത്തത്. നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. നമ്മൾ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതിന് കണക്കായിട്ടുള്ള ചക്കക്കുരു നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഞാൻ കോവയ്ക്കയും ഏകദേശം അതേ അളവ് തന്നെ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എരിയുള്ള 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു സവാളയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം. ഇനി നമുക്ക് ചക്കക്കുരുക്കെ മുറിച്ച് കഴുകിയെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതാ ചക്കക്കുരുവൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതാ മുറിച്ചെടുത്തതാ. എന്നിട്ട് ഞാൻ ചക്കക്കുരു ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2ആയി പൊളന്നതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. നമ്മുടെ കോവയ്ക്ക് ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തോട്ട് സവാളയും നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒഴിച്ച് നമുക്കിത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കോവയ്ക്കയും ചക്കക്കുരുവൊക്കെ ഒരുവിധം വേവായിട്ടുണ്ട്. വെള്ളം കുറച്ച് വറ്റി വരുന്നുണ്ട്. കുറച്ച് ഒരു വേവ് തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിന് മുമ്പിൽ ഉപ്പിട്ട് കൊടുക്കരുത്, കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക് വേവാൻ കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് ഇടാത്തത്. ഇപ്പോൾ ഒരു വേവായതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു ചെറിയ സ്പൂണിനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ അരപ്പിൽ ചേർത്ത് കൊടുക്കും, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കരുത്, കാരണം ഇത് ചക്കക്കുരു നമ്മുടെ ചട്ടിക്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇതുപോലെ ഒരു വേവായതിന് ശേഷം മാത്രമേ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് ഗ്യാസിലൊന്നും വെച്ചില്ല, ഞാൻ അടുപ്പ് തന്നെയാണ് വെച്ചത്. അപ്പം അടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ട് അടുപ്പ് തന്നെയാണ് വെച്ചത്. നമുക്കിനി നടപ്പുറന്നൊക്കെ അങ്ങനെ നമ്മുടെ കോവയ്ക്കയും ചക്കക്കുരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി വെള്ളം കൂടി വറ്റാനുള്ളൂ, അതും കൂടി വറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായി. ഇനി നമുക്കിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അരമുറിയിൽ ഒരു 1/4 ഭാഗം തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് തേങ്ങ കുറച്ച് ചേർക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അവർക്ക് ഇഷ്ടമനുസരിച്ച് തേങ്ങ ചേർക്കാം. പക്ഷെ എനിക്ക് തോരന് പൊതുവേ കൂടുതൽ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കാറുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ മാത്രമാണ് ഇട്ടത്. ഒരു മുറിയിൽ ഒരു 1/4 ഭാഗം അത്രേ ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാൻ ഇടുന്നവർക്ക് അത് ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കാം, പക്ഷെ എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിനാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് വെള്ളം വറ്റി വരട്ടെ. ഒരു ഇച്ചിരി കൂടി വെള്ളം വറ്റാനുണ്ട്. തേങ്ങ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. സംഭവം ഇത് വേവാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും തേങ്ങ ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് പൊട്ടിച്ചു. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ചെറിയ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചുവന്ന മുളക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. ഇല്ലെങ്കിൽ ചുവന്ന മുളക് നമ്മൾ വറക്കുന്നതിന് ഇടുന്ന മുളകുണ്ടല്ലോ, ആ മുളക് നമുക്ക് കഷ്ണമാക്കി ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് ഇടുന്നില്ല, ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇടുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇതായിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ കറിക്കകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തോരൻ ഞാൻ അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ കടുക് കാച്ചത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതെ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചക്കക്കുരു കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ്, നമ്മൾ വിചാരിക്കും പോലെയല്ല. ചക്കക്കുരു എനിക്ക് ആദ്യം അങ്ങനെയായിരുന്നു. എനിക്ക് ആദ്യം എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നിയത്, പക്ഷേ വെച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ, ടാറ്റാ.